ഹായ് ഹലോ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഞങ്ങളിത് വന്നേക്കുന്നത് ഒരു ഉത്സവം കാണാൻ പോയതാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉത്സവമൊക്കെ കാണാൻ പോകുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നതെങ്കിൽ ചോട്ടും ആദ്യമായിട്ടല്ലേ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ടൊരു കുറേ ആനകളുള്ളൊരു വലിയ ഉത്സവം കാണാൻ പോയത്. അപ്പോൾ ഒരാഴ്ച മുമ്പേ ഉത്സവം കാണാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം സമയമായപ്പോൾ കാല് മാറാൻ നോക്കി, പക്ഷേ ഞങ്ങളത് വിട്ടില്ല. ദൈവമേ, ഇവിടെ വന്നപ്പോൾ ആണെങ്കിൽ ഞാനും ഉണ്ടായിരുന്നു. ഇവരൊന്നും പേടിയില്ലാതെയാണ് ആനയൊക്കെ അടുത്ത് പോയി ഫുഡൊക്കെ കൊടുക്കുന്നത്. എനിക്കാണെങ്കിൽ അത് കാണുമ്പോൾ തന്നെ പേടിയാവുന്നത്. ഞാനാണ് ആന പിടയുമ്പോൾ എങ്ങോട്ടോർന്നോന്ന് നോക്കി വെച്ചിട്ടാണ് നിൽക്കുന്നത്. ഇവർ ഈ ഫുഡ് കൊടുക്കാൻ കൊണ്ടുപോകുമ്പോൾ ആനയുടെ പാപ്പാൻ അവരെ കൊണ്ട് കൊടുക്കാനേ സമ്മതിക്കുന്നില്ല. കാരണം വേറൊന്നും അല്ലാട്ടോ, അവൻ കുറച്ച് വികൃതി കൂടുതലാണ്. പിന്നെ അവർ പുറകെ വന്ന ആനയ്ക്കാണ് ഫുഡ് കൊടുത്തത്. അങ്ങനെ ഞങ്ങൾ ഓരോ ആനയും പോകുന്ന നോക്കി ഞങ്ങൾ അങ്ങനെ അവളങ്ങ് നിൽക്കുവാണ്. ഈ വരുന്ന ആന കോയറ്റാണെന്ന് തോന്നുന്നു. ആ പാപ്പാൻ പറയണ പോലെ തന്നെ അത് എല്ലാം അനുസരിക്കുന്നുണ്ട്. ഓറഞ്ചും ആപ്പിളൊക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷെ തണ്ണിമത്തൻ മാത്രം കൊടുക്കുന്നില്ല. അതിലെന്തെങ്കിലും ഒരു കാരണം കാണും, അതായിരിക്കും. ആന അങ്ങോട്ട് പോയതിന് ശേഷം പിള്ളേരെല്ലാം കൂടി ആ പൂക്കളെറിഞ്ഞ് കളിക്കാൻ തുടങ്ങി. ചോട്ടൂരത് കണ്ടിട്ട് അവിടെ പോയി കളിച്ചാൽ കൊള്ളാതുണ്ട്, പക്ഷേ ഞങ്ങൾക്കറിയാത്ത സ്ഥലമായതുകൊണ്ട് ചോട്ടു നിന്നില്ല കളിക്കാൻ. ഇത് അപ്പയുടെ ഫ്രണ്ടിൻ്റെ അവിടുത്തെ ഉത്സവമാണ്. അത് കാണാനാണ് ഇപ്പോൾ ഞങ്ങൾ പോയേക്കുന്നത്. അങ്ങനെ ഞങ്ങൾ നടന്ന് ഫ്രണ്ടിലോട്ട് പോയി. അവിടെ നമ്മുടെ ആനകൾ അവിടെ ലൈനായി നിൽപ്പുണ്ടായിരുന്നു. ഈ ആനകളിലും എൻ്റെ ഫേവറേറ്റ് ആന ഈ ആനയാട്ടോ. ഇവൻ്റെ പേരെന്താണെന്നറിയോ? ഇവൻ്റെ പേരാണ് കാളിദാസൻ. നല്ല പേരല്ലേ? എനിക്ക് അവനെ ഇഷ്ടപ്പെട്ടു, അവൻ്റെ പേരും ഇഷ്ടപ്പെട്ടു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവൻ ഇച്ചിരി കുറുമ്പ് കൂടുതലാണ്. ആരെങ്കിലും അടുത്തുകൂടി കവറും കൊണ്ട് ഫ്രൂട്ട്സ് കൊണ്ടുപോയാൽ അവനത് അപ്പം പിടിച്ചെടുക്കണം. അവൻ പിടിക്കാൻ നോക്കുമ്പോൾ ആ അങ്കിളുടെ കയ്യിലിരിക്കുന്ന വടി കൊണ്ട് ചെറിയ കൊത്തു കൊടുക്കും. എനിക്ക് കാണുമ്പോൾ തന്നെ പാവം തോന്നി. ചില സമയത്ത് അവൻ്റെ കണ്ണുനീരും വരുന്ന കണ്ടായിരുന്നു. പിന്നീട് നോക്കുമ്പോൾ അവനത് പിണങ്ങി നിൽക്കുമായിരുന്നു. അവൻ്റെ ഒരു പിണക്കവും കാണാൻ ഭംഗിയായിരുന്നു. അവൻ പിണങ്ങി നിൽക്കുമ്പോൾ ആ അങ്കിള് അവൻ്റെ തുമ്പിക്കായിൽ ഒരു തടവ് തടയുമ്പോൾ അവൻ്റെ പിണക്കം മാറും. അത് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. പിന്നെ ചോട്ടുവാണെ അമ്മയുടെ തോളത്തന്നെ ഇറങ്ങിയില്ല. ചോട്ടുവാണെ ഓരോ ആനയും എന്താ ചെയ്യുന്നത് നോക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ചോട്ട് പറയുന്നത് ആന കഴിക്കുന്നതും വിറ്റിരുന്നതും ഒക്കെയാണ് ചോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥ. കഴിക്കുന്നു ഇച്ചിരുന്നു അങ്ങനെയാണ് ചോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് നിൽക്കുന്ന ആനയുടെ പുറത്ത് മാത്രം ഇങ്ങനെ പൂക്കളിട്ടോണ്ടിരിക്കുക. ഒത്തിരി പൂക്കളാണ് അതിൻ്റെ ദേഹത്തോട്ടിട്ടോണ്ടിരിക്കുന്നത്. എന്തിനാണ് ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത്, ആ ആനയുടെ മേലിലാണ് ദേവിയെ ഇരുത്തിയേക്കുന്നത്. അതുകൊണ്ടാണ് എൻ്റെ മണ്ടയ്ക്കും നിറച്ച് പൂക്കളിട്ടോണ്ടിരിക്കുന്നത്. പിന്നെ അവസാനം ചോട്ട് താഴെ ഇറങ്ങിയിട്ട് ലൈറ്റിലൊക്കെ പിടിച്ച് കളിച്ചോണ്ടിരിക്കുക. ഈ സമയമൊക്കെ ആയപ്പോൾ എനിക്ക് ഇച്ചിരി ബോറടിക്കാൻ തുടങ്ങിയേ. പിന്നെ ഞാൻ പാട്ടും പാടി ഡാൻസും കളിച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അവിടെ നിന്ന്.
അങ്ങനെ അവിടുത്തെ പൂജയും ഇതെല്ലാം കഴിഞ്ഞ് എൻ്റെ കാളിദാസൻ നടന്നു പോവുകയാണ്. ഫ്രണ്ടിൽ നിന്നിരുന്ന 3 ആന കാളിദാസൻ വരെ നല്ല ഹൈറ്റും ഒക്കെ ഉള്ള ആനകളായിരുന്നു. ബാക്കി അങ്ങോട്ടുള്ള ആനകൾക്ക് ഹൈറ്റ് ഇല്ലായിരുന്നു. ചെറുതൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു കുഞ്ഞാനകളായിരുന്നു. അതിനെക്കാട്ട് കാളിദാസനാണ് സൂപ്പർ. അങ്ങനെ ആനകളെല്ലാം പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെയുള്ള കുഞ്ഞു കുഞ്ഞു കടയൊക്കെ ചെന്ന് വിസിറ്റ് ചെയ്തു. എന്നിട്ട് 1-2 ടോയ്സൊക്കെ വാങ്ങിച്ചു. ഞാൻ വാങ്ങിച്ചത് ബീച്ചിൽ യൂസ് ആവുന്ന ടോയ്സാണ്. അതിലെ ഓരോന്നും ഞാനിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുവാണ്. അതിനകത്ത് ആമ ഉണ്ടാക്കാൻ പറ്റും, ഉണ്ടാക്കാൻ പറ്റും, വെയിൽ, പിന്നെ ഒരു ചെറിയ അരപ്പ, പിന്നെ സ്പൂൺ, പിന്നെ വെള്ളം ഒഴിക്കുന്ന സാധനം, പിന്നെ മണ്ണ് മാറ്റാൻ പറ്റുന്ന സാധനം. പിന്നെ ചോട്ട് വാങ്ങിച്ചത് ചെണ്ട കൊത്തുന്ന പൂച്ചേനെയായിരുന്നു. അങ്ങനെ ഉത്സവവും കണ്ട് എല്ലാം കണ്ട് കളിപ്പാട്ടവും വാങ്ങിച്ച് അങ്ങനെ ഞങ്ങൾ ഇനി വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഈ എൻ്റെ കുഞ്ഞു വീഡിയോ ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ഇറ്റ്സ് മീ ഒലിൻ സൈലൻസ് സൈനിങ് ഓഫ്.